വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അതിഥിയെ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ പല സ്റ്റേജുകളിലും ഈ ഒരു അതിഥിയെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഈ ഒരു പ്രത്യേക ഒരു ടോപ്പിക്കായിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു പബ്ലിക് ഫോറത്തിൽ വരുന്നത്, അല്ലെ? അപ്പൊ എന്തായാലും നീനു ഹാൻസ് മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. നീനു, നമുക്കറിയാം, നീനു നല്ലൊരു നർത്തകിയാണ്. നമ്മുടെ വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ എല്ലാ വർഷവും തന്നെ നിങ്ങളുടെ ഒരു പെർഫോമൻസ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ആ ഒരു സംഭവം ഞാനിപ്പോ എടുക്കുന്നില്ല, കാരണം നമുക്കറിയാം അതൊരു വലിയൊരു ടോപ്പിക്കാണ്. അതെ. പക്ഷെ ഇന്ന് നീനു ഇവിടെ വന്നിരിക്കുന്നത് ഒരു മലയാളികളെ പ്രത്യേകിച്ച് എങ്ങനെ നമ്മുടെ ഭാവി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ എങ്ങനെ നമ്മളെ സഹായിക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് എന്നുള്ളത് ഒന്ന് സംസാരിക്കാനാണ്. നമുക്കറിയാം നീനു ഒരു സൂപ്പർ ആനിമേഷൻ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു പബ്ലിക് ഫോറത്തിൽ വരുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. അപ്പൊ നീനു, ഇപ്പോഴത്തെ നീനുവിന്റെ എന്താണ് നീനു ചെയ്യുന്നത്, എവിടെയാണ്, ഏതൊക്കെ ഏരിയയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയാം. സോ ലാസ്റ്റ് 15 years, as you said, ഞാൻ ഓസ്ട്രേലിയൻ സൂപ്പറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. So a lot of experience from that. കുറെ എക്സ്പീരിയൻസ് കിട്ടി. So started in a call center in a very small role. പിന്നെ അത് കഴിഞ്ഞ് അഡ്വൈസറായിട്ട് മാറി, ബേസിക്കലി അസോസിയേറ്റ് ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് മാറി. പിന്നെ എന്റെ ടെസ്റ്റിംഗ് ടീമിൽ വർക്ക് ചെയ്തു, പെൻഷൻസ് ടീമിൽ വർക്ക് ചെയ്തു. ഫൈനലി റിസൈൻ ചെയ്യുമ്പോൾ ക്ലെയിംസ് മാനേജർ റിലേഷൻഷിപ്പ് ആയിട്ട് ആ ഒരു പോസ്റ്റിലാണ് ഞാൻ റിസൈൻ ചെയ്തത്. സോ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഐ തോട്ട് വൈ ഡോണ്ട് യു put it together and make it my own. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയയിലേക്ക് വന്നത്. സോ കറന്റ്ലി ഒരു ഇന്റേൺ ആയിട്ട് ഒരു 3 Point ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഇൻഷുറൻസ് അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പ്ലസ് ഐ എം ഓൾസോ ഡൂയിങ് മോർഗേജ് ബ്രോക്കിംഗ് ആസ് വെൽ. അപ്പം എനിക്ക് ആക്ച്വലി ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യം, നമ്മള് മലയാളികൾ അറിയാം, നമ്മൾ ഒരു ബിസിനസ് മൈൻഡ് എപ്പോഴും എല്ലാവർക്കും, അല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് പോവുക. കാരണം ഞാൻ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് റിസർച്ച് ചെയ്തൊരു കാര്യം, ഇപ്പൊ നമ്മൾ എവിടെയൊക്കെ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നിന്നാലും ആ ഒരു ക്ലൈംബിംഗ് ദ ലാഡർ എന്ന് പറയുന്നത് ഒരു ഒത്തിരി ഹാർഡാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ലാംഗ്വേജ്, ജനറേഷണൽ ട്രോമ. അപ്പൊ ആ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നത്, നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയിൽ പോകുന്നു, അവിടെ നമുക്ക് ഒരുവിധം എക്സ്പെർട്ടീസ് ആകുമ്പോൾ അതിന്റെ ഒരു ബിസിനസ് നമ്മൾ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇതൊരു ഇൻഷുറൻസ്, നമ്മൾ മോർഗേജ് ബ്രോക്കർ എന്ന് പറയുന്നത് നമുക്ക് മലയാളികളെ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ നീനുവിന്റെ ആ ഒരു ഏരിയയില് കുറച്ച് ഡിഫറൻസ് കണ്ടത് ഇൻഷുറൻസ് അഡ്വൈസർ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരും എന്ത് വർക്ക് ചെയ്യുന്നതോ ഒരു മെഡിക്കെയർ ലെവി കൊടുക്കണം എന്നുള്ളത് ഒരു കമ്പൽസറി ആണ് ഇപ്പൊ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ. ഇപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്ന ബേസിക് ഹോസ്പിറ്റൽ കവർ എടുക്കുക, ബ്യൂപ്പേന്ന് എടുക്കുക, അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ കേട്ടേക്കുന്നത്. പക്ഷെ എനിക്കറിയത്തില്ല. പക്ഷെ ജസ്റ്റ് ആ ഒരു എന്താ പറയാ, കണ്ണടച്ചാൽ തന്നെ എടുക്കുക, കാരണം എനിക്ക് ടാക്സിൽ ഇത്രയും കാശ് കൊടുക്കാണ്ടിരിക്കാനായിട്ട്. പക്ഷെ ഞാൻ അതില് മുമ്പ് ആ ഒരു പോയിന്റിലോട്ട് വരുന്നതിന് മുമ്പ് സൂപ്പർ ആനിമേഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ, ഒരു പക്ഷെ നമ്മൾ ഒന്നും തന്നെ ചെയ്യാത്ത ഒരു ഏരിയ ആയിരിക്കും. അപ്പൊ നമുക്ക് അതിലോട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഓക്കെ. അപ്പൊ എന്താണ് സൂപ്പർ ആനിമേഷൻ, എന്തൊക്കെ രീതിയിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും? What is superannuation എന്നുള്ള ക്വസ്റ്റ്യൻ ഇറ്റ്സ് വെരി റെലവെന്റ് ദിസ് ഡേയ്സ്. കാരണം നമ്മളെല്ലാവരും ഒരു 40s അല്ലെങ്കിൽ 35+ ആയി കഴിഞ്ഞു. 50 ആയി കഴിഞ്ഞു. അതെ. സോ superannuation is very important. അപ്പോ സിസ് ആക്ട് ഓഫ് 1993 അനുസരിച്ച് എല്ലാ എംപ്ലോയേഴ്സും on our ordinary time earningsൽ they have to contribute a certain amount into a superannuation account. And it has to be a compliant fund. Compliant as per the CIS legislation. കുറേ ടൈപ്പ് സൂപ്പർ ഫണ്ട്സ് ഉണ്ട് നമുക്ക്. ഇൻഡസ്ട്രി ഫണ്ട്സ്, റീറ്റെയിൽ ഫണ്ട്സ്, കോർപ്പറേറ്റ് ഫണ്ട്സ്, പബ്ലിക് സെക്ടർ ഫണ്ട്സ്, സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ട്സ്, ഇങ്ങനെ കുറെ ടൈപ്പ് ഫണ്ട് ഉണ്ട്. ഏത് ഫണ്ടായാലും ഇറ്റ് ഷുഡ് ബി കംപ്ലയന്റ്. ആൻഡ് ആസ് പെർ ദിസ് ഈ ഫൈനാൻഷ്യൽ ഇയർ അനുസരിച്ച് 11.5% ഓഫ് സൂപ്പർ ഓൺ യുവർ ബിഫോർ ടാക്സ് ഏർണിംഗ്സ് എംപ്ലോയർ നിങ്ങളുടെ സൂപ്പർ അക്കൗണ്ടിലേക്ക് ഇട്ടോളണം. നമ്മൾ ചോദിക്കൊന്നും വേണ്ട, they have to. It is legislated അല്ലേ. They can do it monthly or quarterly. Not fortnightly അല്ല, monthly or quarterly ആണ് ലെജിസ്ലേഷൻ അനുസരിച്ച് അവർ ഇടേണ്ടത്. അത് നമ്മള് ഇറ്റ്സ് ബെസ്റ്റ് നമ്മൾ തന്നെ നമ്മുടെ ചോയ്സ് ഓഫ് ഫണ്ട് അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഡീഫോൾട്ട് സൂപ്പർ ഫണ്ട്സ് ഉണ്ടായിരിക്കാം. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവര് ഹെസ്റ്റ അല്ല അഭയ, അതിലാണ് അവർ ഓട്ടോമാറ്റിക്കലി ഇടുന്നത്. നമ്മള് ഒന്നും തന്നെ നോക്കാറില്ല, പേ സ്ലിപ്പിൽ എന്തോ ഒരു കാശ് കാണിക്കുന്നല്ലാതെ. ആസ് എ നോർമൽ
എംപ്ലോയി ഉം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ സൂപ്പർ ആനുവേഷൻ സംബന്ധിച്ച് ശ്രദ്ധിക്കണം? എന്തൊക്കെ ടൈപ്പിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലേ, ലാസ്റ്റ് ഇയർ നമ്മൾ ഹൈ റിസ്ക് എടുക്കുവാണെങ്കിൽ 18% റിട്ടേൺ റിട്ടേൺ. ഉണ്ടായി. അതെ അതെ. അതൊക്കെ എനിക്ക് ന്യൂസാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മുടെ ശ്രോതാക്കളോട് ഒന്ന് പറയാമോ? എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ആസ് എൻ എംപ്ലോയി ഞങ്ങൾ ശ്രദ്ധിക്കും? ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഈ എംപ്ലോയർ കോൺട്രിബ്യൂഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ 11.5% മന്ത്ലി ആണെങ്കിൽ അത്രയും നല്ലത്, ബിക്കോസ് കമ്പൗണ്ടിങ് സ്റ്റാർട്ട്സ് ഫ്രം ദർ. Again, it's an like the money what they put, it's all invested, right? So different type of investment options available ആണ് ഓരോ സൂപ്പർ ഫണ്ടിലും. നമ്മുടെ ഏജ് അനുസരിച്ച്, നമ്മുടെ റിസ്ക് എടുക്കാനുള്ള ആഗ്രഹങ്ങൾ അനുസരിച്ച് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ there is something called as മൈ സൂപ്പർ. അതൊരു ഡിഫോൾട്ട് ഓപ്ഷൻ ആണ്, അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ പൈസ പോകും. മൈ സൂപ്പർ വിൽ ബി ലൈക്ക് എ പ്രീമിക്സ്ഡ് ഓപ്ഷൻ, അതായത് കുറെ ബക്കറ്റ് ഓഫ് ഷെയർസും അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് അത് ഡയറക്റ്റ്ലി പൈസ പോകും. പക്ഷെ നമ്മൾ നമ്മുടെ തന്നെ ഹാൻഡിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കാന്ന് വെച്ചാൽ ഡു ഇറ്റ് യുവർ സെൽഫ് ഓർ DIY ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഷെയർസ് എടുക്കുന്ന പോലെ. എക്സാക്ട്ലി. അപ്പോ ലെറ്റ്സ് സേ ഓസ്ട്രേലിയൻ സൂപ്പർ ആണ് എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള സബ്ജക്ട്. അവർക്കൊരു 14 to 15 ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. പ്രീമിക്സ്ഡ് ഉണ്ട്, DIY ഉണ്ട്. യു ക്യാൻ ഓൾസോ directly invest in shares as well through ASX 300, അതായത് ഓസ്ട്രേലിയൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 300 ഫസ്റ്റ് കമ്പനീസിലുള്ള ഷെയറിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് ഒരു വേറെ പ്ലാറ്റ്ഫോം തന്നെ അവർ ചെയ്യുന്നു. സോ കമ്മിങ് ബാക്ക് ടു ഇൻവെസ്റ്റിംഗ്, വെൻ യു ആർ അണ്ടർ 40 യു സേ ഇൻവെസ്റ്റ് ഭയങ്കര ഹൈ ഗ്രോത്തും അഗ്രസീവായ ഓപ്ഷൻസിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. എഗെയിൻ, എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യണേന്ന് നമുക്ക് അറിയണമെങ്കിൽ ഗോ ടു യുവർ ഫണ്ട്സ് വെബ്സൈറ്റ് ഓർ ഡൗൺലോഡ് ദ ആപ്പ്. ഈസിയസ്റ്റ് വേ, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നോക്കുക വിച്ച് ഇസ് ദ ബെസ്റ്റ് പെർഫോമിംഗ് ഓപ്ഷൻ. ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ സ്റ്റില്ലും നമുക്ക് കുറച്ച് അഗ്രസീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. Again, this is not a personal advice. Sorry, I forgot to say the disclaimer. ഡിസ്ക്ലൈമർ ഉണ്ട്. അഡ്വൈസ് മാത്രമാണ്, ഞാനും പറയുന്നത്. Again, this is just a factual information, not a personal financial advice. If you want financial advice, speak to a licensed financial advisor. ഒപ്പം ഒരു കാര്യം പറയാം, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ I recommend come to Ninu's organization. Yeah, and then I can direct you to the right people. കാരണം എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായത്, ഇപ്പം പ്രത്യേകിച്ച് നമ്മളുടെ മലയാളികളുടെ ആ ഒരു മൈൻഡ് സെറ്റ് അറിയുന്ന ഒരാള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും ആ കാര്യങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മുടെ ഈ ലിസ്റ്റിൽ നമുക്ക് ഒരു ഇച്ചിരി അഗ്രസീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഇഫ് യു വോണ്ട് ടു. പിന്നെ നമ്മളൊരു റിട്ടയർമെന്റിനോട് അടുക്കുമ്പോൾ ലൈക്ക് 55+ ഒക്കെ ആവുമ്പോൾ പെട്ടെന്ന് ഒരു പാൻഡമിക്കോ GFCയോ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നാൽ ചിലപ്പോൾ നമ്മൾ കുറെ ലൂസ് ആണ്. കാരണം കൺസർവേറ്റീവ് ആയിട്ട് കുറച്ച് അങ്ങനത്തെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ കണ്ടത് വെച്ചിട്ട് ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് അഗ്രസീവ്ലി, അഗൈൻ ട്രംപിന്റെ താരിഫ് ഒക്കെ വന്നപ്പോ കുറച്ച് എഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിലും don't switch back the investments, because you can switch your investment options. But let's say Bismi Khan and okay, aggressive invest ചെയ്തു, let's say international shares no option ആണെങ്കിൽ Australian super like you feel like okay, pandemic is hitting, but you have to start switching the options quite earlier. Already ആ loss വന്നിട്ട് പിന്നെ switch ചെയ്തിട്ട് കാര്യമില്ല. You have to keep in mind. So different options, basically I have to say different investment options are available. വെബ്സൈറ്റിൽ പോവാ, നിങ്ങളുടെ ഫണ്ടിന്റെ കറക്റ്റ് ആയിട്ട് നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും തോന്നുന്ന ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇപ്പം ഒരു ഇറ്റ്സ് അഗെയിൻ ഒരു ഓപ്ഷൻ. ഇപ്പൊ ഞാനിപ്പോ ഓൾറെഡി ഹൈ ഗ്രോത്തിൽ എന്റെ 50% ഇട്ടു. ഇപ്പം അത് ചിലപ്പോൾ കുറയുന്നു പിടിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴാണ് ഒരു ഏകദേശം എത്ര മന്ത്സ് ഞാൻ സ്റ്റേ ചെയ്യാം ഒന്ന് അടുത്തൊരു ഓപ്ഷനിലോട്ട് മാറ്റാൻ? ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഏർലിയർ ആയിട്ട് നമ്മളിപ്പോ മാർക്കറ്റ് ന്യൂസസ് കാണണ ഒരാളാന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് അതൊക്കെ നോക്കാനായിട്ട്, ഇതിലായതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പൊ അത് ആ ഒരു ഫീല് കിട്ടുമ്പോ തന്നെ മാറ്റുക. ട്രംപിന്റെ താരിഫ് വരാൻ പോണു എന്നുള്ള ഒരു ന്യൂസ് കാണുമ്പോ തന്നെ മാറ്റുക. വൺസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ നമ്മള് 10% ഒരെണ്ണം 8% ആയിട്ട് കുറഞ്ഞു എന്ന് അറിഞ്ഞിട്ട് പിന്നെ മാറ്റിയിട്ട് കാര്യമില്ല. 10 എന്നുള്ളൊരു 9.8 ഒക്കെ ആവണ കാണുമ്പോ അന്ന് തന്നെ മാറ്റുക. You can do as many investment switches as you want. No fee for it. Depends on the fund again. So it will be switched on the very next day. Okay, അപ്പം സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഒരു മണിക്കൂർ. പക്ഷെ ഞാന് കുറച്ച് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞു നമുക്ക് പല രീതിയിൽ ചെയ്യാം, പക്ഷെ എങ്ങനെയൊക്കെ ഇത് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും?
എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത്? ബേസിക്കലി ബൂസ്റ്റ് ചെയ്യണതിന് മുന്നേ ഉം. ഞാൻ പറയാ, ഗോ ടു കാൽക്കുലേറ്റർ. നിങ്ങളുടെ തന്നെ നിങ്ങളുടെ തന്നെ ഫണ്ടിന്റെ കാൽക്കുലേറ്റർ ഉണ്ട്. ഉം. സൂപ്പർ പ്രൊജക്ഷൻ കാൽക്കുലേറ്റർ. ഉം. ലെറ്റ്സ് സേ ബിസ്മി വാണ്ട് $1 million ഉം. by 60 or 65 ഉം. whenever you decide to ഇപ്പൊ retire. ഇല്ല. അതെ. ആ, എന്നിട്ട് പ്രൊജക്ഷൻ നോക്കുക. ഓക്കെ. ഇതാണ് എന്റെ വയസ്സ്, ഇതാണ് എന്റെ സൂപ്പർ ബാലൻസ്, ഇതാണ് എന്റെ ബിഫോർ ടാക്സ് ഇൻകം, ഇതാണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ, ഇത്രയാണ് എന്റെ ഇൻഷുറൻസ് പോണ, ഇതാണ് എന്റെ അഡ്മിനിസ്ട്രേഷൻ ഫീ എന്ന് അതിൽ കൊടുക്കുമ്പോൾ ഉം. ഇറ്റ് ഗിവ്സ് യു പ്രൊജക്ഷൻ ഉം. ആസ് ടു ഇത്ര വർഷം കഴിയുമ്പോൾ ബിസ്മിക്ക് 65 വയസ്സിൽ ഇത്രയായിരിക്കും ബാലൻസ്. Balance. അപ്പൊ ഞാൻ പറയാം, എന്റെ ഒരു മനസ്സിൽ എനിക്കൊരു 1 million വേണം എന്നാണ് ആഗ്രഹം. ആഗ്രഹം. ഉം. ഉം. ഓരോരുത്തരുടെ അല്ല, അറ്റ്ലീസ്റ്റ് കമ്പൈൻഡ് എങ്കിലും, അല്ലെങ്കിൽ ഒരു 1.5 ഫോർ കംഫർട്ടബിൾ റിട്ടയർമെന്റ് ലിവിംഗ്. ഉം. ഉം. അപ്പൊ അത് എത്തണില്ല, ഉം. 1 million എത്തണില്ല എന്ന് വെച്ചാൽ കുറച്ച് ഇട്ട് നോക്കുക, ഉം. ഉം. കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഉം. സോ ബേസിക്കലി ദർ ആർ 2 types of contributions. ഒന്ന് എന്ന് പറയുന്നത് നോൺ കൺസെഷണൽ, ഉം. അത് വൺ ഇസ് കൺസെഷണൽ. ഉം. ഉം. കൺസെഷണൽ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് എംപ്ലോയർ ഇടുന്ന കോൺട്രിബ്യൂഷൻസ് ഉം. പ്ലസ് യു ക്യാൻ സാലറി സാക്രിഫൈസ്. ഉം. It's capped at $30,000 this financial year. It keeps changing every financial year. ഉം. ഉം. സൂപ്പർ തന്നെ ഈ വർഷം 11.5, നെക്സ്റ്റ് ഇയർ അത് 12 ആവും. ഉം. ഓക്കെ. 12 ആയിട്ട് പിന്നെ സ്റ്റേ ചെയ്യാണ് കുറച്ച് അപ്പൊ നാളെ. നമ്മൾ സാലറി സാക്രിഫൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന സാലറി സാക്രിഫൈസിന് പകരം ഇതാണ് സൂപ്പർ ആണെന്ന് പറഞ്ഞ് മാറ്റി കൊടുക്കണം അല്ലെ? അതായത് പേറോളിനോട് സംസാരിക്കുക, ഉം. ഉം. ദർ ഇസ് എ സാലറി സാക്രിഫൈസ് ഫോം, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഉം. അത് കഴിഞ്ഞിട്ട് പറയാം ഹൗ മച്ച് ഇറ്റ് ഷുഡ് ഗോ ടു സൂപ്പർ. ബേസിക്കലി ഇപ്പൊ ബിസ്മിയുടെ സാലറി ലെറ്റ്സ് സേ ബിഫോർ ടാക്സ് $3,000 ആണ് പെർ ഉം. വീക്ക്. ഇപ്പൊ നമുക്ക് 200 സാലറി സാക്രിഫൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടാക്സബിൾ ഇൻകം 2,800 ആണ്. ഉം. 3,000ലും അത്ര ചെയ്യണില്ല. തന്നെ. ബട്ട് $200 എന്ന് പറയുന്നത് ദർ ഇസ് എ കോൺട്രിബ്യൂഷൻ ടാക്സ് വിച്ച് ഇസ് ലെസ്, 15% ടാക്സ് ഉള്ളൂ. ഉം. ഉം. അപ്പൊ നമ്മളത് പേറോളായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. എന്നിട്ട് ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക, they'll do the rest, ഉം. salary sacrifice ചെയ്യാം. ശരിയാ. Otherwise there is after tax contributions which you can make. As a normal deposit. Yeah. It's like $120,000 ആണ് per Max. annum അതിന്റെ ഈ വർഷത്തെ ക്യാപ്പ്. You can even bring forward it up to 360,000 provided you don't contribute for Before. next 2 financial years. അങ്ങനെയും സൂപ്പറിനെ പല ബൂസ്റ്റ് രീതിയിൽ ചെയ്യാം, നമുക്ക് ബൂസ്റ്റ് deposit ചെയ്യാം. പിന്നെ കുറച്ച് ടെർമിനോളജീസ് ഉണ്ട് സൂപ്പറിൽ, കുറെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച്. ഇപ്പൊ ഉം. നമ്മൾ വർക്ക് ചെയ്യാത്തൊരു സ്പൗസ് ആണെന്ന് വെച്ചാൽ എങ്ങനെ അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഉം. സെൽഫ് എംപ്ലോയിഡ് ആയ ആൾക്കാരാന്ന് വെച്ചാൽ എങ്ങനെ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അതൊക്കെ ഉണ്ട്. ഉം. So contribution splitting, spouse contribution, government co-contribution, low income superannuation contribution. സിംഗിൾ മദർ കോൺട്രിബ്യൂഷൻ. സിംഗിൾ മദറെ 2-3 ജോലി എടുക്കേണ്ടി വരും. അതാണ് നമുക്ക് ലോയിൽ ഇച്ചിരി മാറ്റം കിട്ടേണ്ടത്. ഇവിടെ സിംഗിൾ മദറും സിംഗിൾ ഫാദറിനും യോഗ്യ രീതിയിലുള്ള ലീഗൽ കോൺട്രിബ്യൂഷൻസ് കാണാൻ. പക്ഷെ നിനക്ക് ഫാമിലി ലോ സ്പ്ലിറ്റ് നടന്നുണ്ടാവുമല്ലോ? ഇല്ല. ഇപ്പം നല്ല മലയാളികളല്ലേ, അപ്പൊ അതുകൊണ്ട് അവരാരാ കൂടുതൽ കാശ് എടുക്കാന്നറിയാലോ. അപ്പം നേരത്തെ ഈ ബൂസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്, അത് പറഞ്ഞ അതിനെ പറ്റി ഒന്ന് ഞാൻ മിസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അതൊന്ന് കണക്ട് ചെയ്ത് പറയാമോ? അപ്പൊ ഒരു നോർമൽ പേഴ്സൺ സൂപ്പർ ആനുവേഷനിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ എംപ്ലോയറിനോട് ചോദിച്ചിട്ട് അതിന്റെ ഒരു ഡെപ്പോസിറ്റ് ഇട്ട് ബൂസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു എന്റെ സൂപ്പറിൽ ഞാൻ കൂടുതലും കാണുന്ന ഹൈ, മീഡിയം, റിസ്കി അങ്ങനെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. അങ്ങനത്തെ അതിന്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് പറയാമോ? എങ്ങനെ എത്ര പെർസെന്റേജ് എനിക്ക് എന്റെ ഹൈയിൽ ഇടാം? യാതൊരു വിവരമില്ല തന്നെ പോലുള്ള ആളുകൾക്ക് എത്ര പെർസെന്റേജ് വീതം? ഞാൻ പറയാന്ന് വെച്ചാൽ എന്റെ ഒരു അനുഭവത്തിൽ what I am and my husband എന്താ ചെയ്യണേന്ന് വെച്ചാല് we have put it in the aggressive options, to be honest. അതെന്ന് വെച്ചാല് 100% aggressive ആയിട്ടാണ് ഞങ്ങൾ again അതിന്റെ ഗുണമെന്ന് പറയാമോ? again നമ്മുടെ ഇപ്പൊ ഒരു 150,000 സൂപ്പർ ബാലൻസ് ഉണ്ടെന്ന് ഞാൻ ഒരു റൗണ്ടഡ് ഫിഗർ എടുക്കാം, 200,000 സൂപ്പർ ബാലൻസ് ഉണ്ടെന്ന് വെച്ചാൽ 18% ഒക്കെ കൂടിയ എന്താ നല്ലതല്ലേ? അതെ അതെ. നമ്മളിപ്പോ ഒരു ഡീഫോൾട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഇടാന്ന് വെച്ചാൽ 7% ഒക്കെ റിട്ടേൺ ഉള്ളൂ. അത് ഹ്യൂജ് ഡിഫറൻസ് ആണ്. ഹോൾ തിങ് നമുക്ക് ഹോൾ പെർസെന്റേജ് നമ്മള് ഹൈ ഗ്രോത്തിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ്സ് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഹൈ കൺസൾട്ടിങ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമ്മള് സംസാരിച്ചിട്ട് ഈ സൈഡിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ഹൈ ഓപ്ഷൻസ്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. റിട്ടയർമെന്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മള് പെട്ടെന്ന് കുറെ പൈസ പോകാണ്ടിരിക്കാൻ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ട് ചെയ്യാനാണ് എന്റെ ഒരു അഭിപ്രായം. അഗൈൻ ഇറ്റ്സ് നോട്ട് ഫോർ എവരിവൺ. അഗൈൻ ഒരു അഡ്വൈസ് ചോദിക്കുക, ഒരു ഫ്രണ്ട്ലി അഡ്വൈസ്. ഇപ്പൊ ഹൈ ഗ്രോത്ത് ഫുള്ളിലോട്ട് ആക്കുന്ന ഒരു സമയമാണോ? ട്രംപ് ഒക്കെ എങ്ങനെ ഇരിക്കണമായിരുന്നു? ട്രംപ് ഇരിക്കണ ഇച്ചിരി മോശമാണ്, ഇച്ചിരി മോശം. പക്ഷെ ബൈ ഇറ്റ്
ഇപ്പയാണ് റൈറ്റ് ടൈം ടു മൂവ് ബിക്കോസ് ഇറ്റ്സ് ഗോണ ആ ഗോ അപ്പ്. ആ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പം എപ്പോഴാ മാർക്കറ്റിൽ നമ്മൾ എപ്പോഴാ വീട് ബൈ ചെയ്യാ, വാങ്ങിക്കാൻ വില കുറഞ്ഞിരിക്കുന്ന ആ സമയത്ത് സമയത്ത്. അതാണ് ഇപ്പോഴത്തെ സമയം. അതായത് ഇപ്പഴാണ് ബയേഴ്സ് മാർക്ക്, റൈറ്റ്? ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഏതൊക്കെയാണ് നല്ല വില കുറഞ്ഞിരിക്കണേന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ അതിലോട്ട് നമ്മളിപ്പം അതെ. ബൈ. ഇപ്പൊ ഞാൻ പറയാന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്റർനാഷണൽ ഷെയർ ഓപ്ഷനിൽ എഗെയിൻ പൈസ പോയി. ഉം, ഇപ്പൊ ഉം, ഇത് ഉം, വന്നപ്പോ കുറച്ച് പോയി, ഉം, 2% താഴെ പോയി. അങ്ങനെ കാണുമ്പോൾ നമ്മൾ അപ്പോഴേക്കും സ്വിച്ച് ചെയ്ത് മാറ്റരുത്. മാറ്റരുത്. ഉം, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ പേപ്പർ കാൽക്കുലേഷൻ ആണ്. ഉം. പക്ഷെ നമ്മൾ മാറ്റിയ ഇറ്റ് ലോക്ക്ഡ് ഇൻ ദ ലോസ് ആ എന്ന് പറയാം. ഓക്കെ ഓക്കെ. ഓക്കെ, അത് അപ്പം ഉയർത്തെണീറ്റ് വരും. ഓക്കെ. അതിന് വെയിറ്റ് ചെയ്യാം. ഇപ്പം മാറ്റാൻ പറ്റുന്ന, അതായത് വില കുറഞ്ഞു നിൽക്കുന്ന നല്ല ഫണ്ടുകൾ ഏതെങ്കിലും ഉണ്ടോ? അത് നമ്മുടെ സൂപ്പർ അനുസരിച്ചിരിക്കും. ഓക്കെ. നമ്മൾ സൂപ്പർ അതില് നമ്മളുടെ ഏതൊക്കെയാണ് ഓപ്ഷൻസ് നമ്മളൊരു സ്റ്റഡി ചെയ്യണം. ഉം, ഫസ്റ്റ് ബിസിനസ് ചെയ്യേണ്ടത് ഉം, ഉം. സൂപ്പറിന്റെ ആപ്പ് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ ഇതൊന്നും എനിക്ക് അങ്ങനെ ചെയ്യാൻ വലിയ ഒരു താല്പര്യം അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ വിവരം ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ നീനുവിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റും? എന്നെ വിളിക്കുക, വിളിക്കുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, എന്നെ വിളിക്കുക, അപ്പൊ ചോദിക്കുക. ഐ കൻ ഡു എന്റെ അഡ്വൈസ് ചെയ്യും. പരിധിയിലുള്ള ഓക്കെ. ഒരു അല്ല, അതാണോ നിങ്ങളുടെ ബിസിനസ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ, ഞങ്ങളെ ഹെൽപ്പ് ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ തൽക്കാലം ഉം, again ലേണിംഗ് ഉം, ഉം, ഫുള്ളി മോർഗേജ് ബ്രോക്കർ ആയി. ഉം, ഉം, ഇൻ എ പാത്ത് ടു ദ ഇൻഷുറൻസ് ബ്രോക്കർ ആണ്. ഉം, ഉം. ഇൻഷുറൻസ് ബ്രോക്കർ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫൈനാൻഷ്യൽ അഡ്വൈസറും ആവണം ആവണം. എന്നുണ്ട്. ഓക്കെ. ഇത് 2-3 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് സ്ലോലി ആണ് ഇച്ചിരി സ്ലോലി ചെയ്യുന്നത്. ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉം. ബട്ട് ഐ ഹാവ് എ ഗുഡ് പാനൽ ഓഫ് ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഹു ക്യാൻ ഹെൽപ്പ് യു. എനിക്കറിയാം, ഇന്ന് മലയാളികളെ സംബന്ധിച്ച് കുറെ പേർക്ക് ഫ്രീ അഡ്വൈസ് കൊടുത്തുള്ള ആളാന്നറിയാം. പക്ഷെ ഇഷ്ടംപോലെ അപ്പൊ ഫ്രീ ഇനിയിപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനിയിപ്പൊ അതൊരു ഒത്തിരിയൂടെ ഒഫീഷ്യൽ ആയിട്ട് ഇപ്പൊ നമുക്കറിയാം, സൂപ്പർ വെച്ചിട്ട് വീട് വാങ്ങിക്കാം എന്നൊക്കെയുള്ള അതെ അതെ ഓരോ അതെ അതെ. സെഷൻസ് അതാണ് ഞാൻ സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ട്. കേട്ടിട്ടുണ്ട്. അപ്പം അത് ഒരുമിച്ചുള്ളത് കൊണ്ട് ആ ഒരു അഡ്വൈസ് ആ ഒരു അഡ്വൈസ്, അതെ അതെ. അപ്പൊ നമുക്ക് സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ടിലേക്ക് ആദ്യം തന്നെ പൈസ ഇടണം. ബാങ്ക്സ് ഗുഡ് ലെൻഡേഴ്സ് ഒക്കെ പറയണത്, ലെറ്റ്സ് സേ പെപ്പർ മണി എന്ന് പറഞ്ഞ ലെൻഡർ ഉണ്ട്. അവർക്ക് 150K ഒക്കെ മതി. മിനിമം മതി ഉം, സൂപ്പറിൽ ഉം, ഉം. ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അഗൈൻ വെദർ ദാറ്റ്സ് ഗുഡ് ഫോർ യു ഓർ നോട്ട്, അത് എ നമ്മളുടെ ക്വസ്റ്റ്യൻ വീടും ഫോർ അനദർ ഡേ. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇതുവരെ കേട്ടത് എന്തൊക്കെ ടൈപ്പുള്ള സൂപ്പർ ആനുവേഷൻസ് ആണ്, എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനെപ്പറ്റി നിങ്ങളുടെ സൂപ്പർ വെച്ച് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നീനുമായിട്ട് കണക്ട് ചെയ്യുക. നീനുവിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോന്റെ അടിയിലുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ മലയാളികൾക്കും ഈ കോൺടാക്ട് അല്ലെങ്കിൽ ഹാൻസ് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളാണ്. കുറെ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ലോങ് ലാസ്റ്റിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. 10 വർഷമായിട്ട് വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പൊ അതുകൊണ്ട് ഹാൻസിനെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ നമ്മളുടെ ആസ് എ മലയാളി നിങ്ങളുടെ ഭാവി ഭദ്രമാക്കാനായിട്ട് സൂപ്പർ അന്വേഷണിലൂടെ നീനു ഹാൻസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നമുക്കറിയാം, പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സൂപ്പർ അന്വേഷൻ എന്താ കാര്യം, നമ്മൾ ഒന്നില്ലെങ്കിൽ അത് ചത്തു പോകും, അല്ലെങ്കിൽ വയസ്സായി നടക്കാൻ പറ്റാത്തപ്പോഴായിരിക്കും ഇതൊക്കെ കിട്ടാന്ന്. ഇത് എങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഈ സൂപ്പർ അന്വേഷണം നേരത്തെ എടുക്കാൻ പറ്റുക? ആക്സസിങ് സൂപ്പർ ഏർലി എന്ന് പറഞ്ഞൊരു ഉം, സംഭവം തന്നെയാണ്. ഇറ്റ്സ് എ ബിഗ് സംഭവം. ഉം, 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 എന്ന് വെച്ചാൽ ഒന്ന് ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് വഴി എടുക്കാം. ഉം. ഇഫ് യു ഹാവ് ഇൻ ദ റെസിപ്റ്റ് ഓഫ്, അഗൈൻ ഇത് മലയാളത്തിൽ നമുക്കത് പറയാൻ എക്സാമ്പിൾ ഫ്ലോ പാടായിരിക്കും. കിട്ടണില്ല അത് പറയാൻ. സോ ഇഫ് യു ആർ ഇൻ ദ റെസിപ്റ്റ് ഓഫ് എ സെൻട്രലിംഗ് പേയ്മെന്റ്, ഇഫ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഫോർ അതായത് ഹെൽത്ത് കെയർ കാർഡ് വേണോ? നിർബന്ധമില്ല. നിർബന്ധം. എനി സെൻട്രലിംഗ് പേയ്മെന്റ്, ഇഫ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഫോർ ദ പാസ്റ്റ് 26 വീക്സ് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് എനി ബ്രേക്ക്, നമുക്ക് ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പിൽ $10,000 വരെ ക്ലെയിം ചെയ്യാം. ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് കെയറേഴ്സ് അലവൻസ് ആണെങ്കിൽ സമ്മതിക്കത്തില്ല. എല്ലാ പേയ്മെന്റും പേയ്മെന്റ് പറ്റത്തില്ല. ഫാമിലി ടാക്സ് ബെനിഫിറ്റ് ഒന്നും അതിൽ പറ്റില്ല, കാരണം അത് എല്ലാവർക്കും കിട്ടുന്നതല്ലേ. ഇറ്റ്സ് മേ ബി ലൈക്ക് മേ ബി റെസ്പൈറ്റ് അല്ലെങ്കിൽ അതെ, കുറച്ച് അത് എന്താ വെദർ യു എലിജിബിൾ എന്ന് അറിയാൻ ഫണ്ടിനെ വിളിക്കുക, CRN നമ്പർ നമ്മുടെ കൊടുക്കുക, നമ്മൾ അവർക്ക് കൺസെന്റ് കൊടുക്കുക, ചെക്ക് ചെയ്യാൻ ഓക്കെയാണ്, ടെൽ യു വെദർ യു ആർ എലിജിബിൾ. പിന്നെ കമ്പാഷനേറ്റ് ഗ്രൗണ്ട്സ്, if you want medical treatment, medical transport, modification to your home, palliative care, this is for you or for your dependent ട്ടോ. Palliative care, പിന്നെ mortgage repayments in which a mortgage will take your home, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെന്ന് വെച്ചാൽ you can claim under compassionate grounds. Again, that depends on department. 10,000 വരെയാണ്. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമൻ സർവീസസിന്റെ, അതായത് നമ്മുടെ സെൻട്രൽ ലിങ്കിന്റെ തന്നെ അവരുടെ ഡിസ്ക്രിപ്ഷൻ ആണ് അത്. അതിൽ എനിക്ക് തോന്നുന്നു മേ ബി ഇൻ ഫ്യൂച്ചർ അതൊന്നും ഒരു ഇൻവെസ്റ്റിഗേഷൻ നീനു നടത്തേണ്ടതാണ്. നമ്മളിപ്പം ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റ് ത്രൂ ഫാമിലി വയലൻസ് ഒരു കമ്പാഷൻ കോസ് ആയിട്ട് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒത്തിരി പേര് ആ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിളിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് അറിയത്തില്ല സൂപ്പർ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുമോ. ഇപ്പോ സിംഗിൾ പാരന്റ് പേയ്മെന്റ് ഒക്കെ കിട്ടുന്ന ആൾക്കാർക്ക് ഐ തിങ്ക്
you're ഓക്കെ. eligible. അപ്പൊ റെന്റ് അലവൻസ് കിട്ടുന്നവർക്ക് ചിലപ്പോൾ Again, എലിജിബിൾ ആയിരിക്കും. അത് ഫുള്ളി അത് മാറ്റിക്കൊണ്ടിരിക്കും ആ, അവര്. അതെ. എന്തൊക്കെയാണ് ചില വർഷം പറയും ഓക്കെ ഇതൊക്കെ പറ്റും. പറ്റും, ചില വർഷം അപ്പൊ അത് അങ്ങനത്തെ പറ്റില്ല. കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ വെരി കോൺഫിഡൻഷ്യൽ ആയിട്ട്, ഇപ്പൊ നിങ്ങൾ ഫൈനാൻഷ്യൽ സ്ട്രഗിളിൽ കൂടെ പോവാണ്, ഒരു സിംഗിൾ മമ്മാണ്, സിംഗിൾ ഡാഡ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സൂപ്പറും കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ കണക്ട് ചെയ്യുന്ന ഫാമിലി വയലൻസ് സർവൈവേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലും അവരിപ്പം നഴ്സസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ മെറ്റേണിറ്റി കഴിഞ്ഞിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഉണ്ടാകുക. പക്ഷെ നിങ്ങൾക്ക് സൂപ്പർ ഉണ്ടാകുക, അത് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്ന പോലും ഉണ്ടാകത്തില്ല. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് നീനുമായിട്ട് ഒന്ന് സംസാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഒരു കുറച്ചൊരു പൈസയുടെ കുറവിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വീടൊക്കെ നഷ്ടപ്പെടുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് സൂപ്പർ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് വരും. അപ്പൊ ആ ഒരു സമയത്ത് കോൺഫിഡൻഷ്യലി നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ അഡ്വൈസേഴ്സ് ആയിട്ട് അവർ ലീഗലി ഒരു ഫേം ആയിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ Yeah. അതുകൊണ്ട് നീനുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ്. ഓക്കെ. അപ്പം അങ്ങനെ നേരത്തെ നമുക്ക് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഏതൊരു വയസ്സിലാണ് നമുക്ക് Uh, എടുക്കാനായിട്ട് നമ്മൾ പറ്റുന്നത്? ഇപ്പോ 65 if your 30th if your birthday is before 30th of June 1964, your preservation age is 60. അതായത് 60 കംപ്ലീറ്റ്ലി റിട്ടയർഡ്. പോയാൽ 50 വയസ്സിൽ നമുക്ക് റിട്ടയർ ചെയ്യാറുണ്ട്. ഒരു നല്ല ആലോചനയാണ് അത്. വെരി ഗുഡ് തിങ്കിങ്. ഈ പിള്ളേരൊക്കെ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. അവരിവിടെ നിൽക്കാൻ ഒരു 12 കഴിയണ്ട, അല്ലെങ്കിൽ എവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മള് മരിച്ച് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണം. അതെ, ഒരു 60 വയസ്സ് വരെ കഷ്ടി നമ്മൾ ഒപ്പിച്ച് നിൽക്കണം. എന്ന് വെച്ചാൽ അപ്പൊ തൊട്ട് നമുക്ക് സൂപ്പർ ആക്സസ് ചെയ്യാം. അതായത് നമുക്ക് ട്രാൻസിഷൻ ടു റിട്ടയർമെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വർക്ക് ചെയ്യാം, ബട്ട് വി ക്യാൻ ആക്സസ് എ പാർട്ട് ഓഫ് യുവർ സൂപ്പർ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയണ്ട ഫുള്ളി റിട്ടയർഡ് ആയാൽ മാത്രമേ സൂപ്പർ കിട്ടുള്ളൂ. പക്ഷെ ട്രാൻസിഷൻ ടു റിട്ടയർമെന്റ് ഉണ്ട്. അതില് 4 to 10% നമുക്ക് ഫൈനാൻഷ്യൽ ഇയർ നമുക്ക് ആക്സസ് ചെയ്യാം. അതർ ഓപ്ഷൻ അക്കൗണ്ട് ബേസ്ഡ് പെൻഷൻ. അത് 65 കഴിയുമ്പോൾ നമുക്ക് അക്കൗണ്ട് ബേസ്ഡ് പെൻഷനിൽ ഇട്ടാല് എത്രയൊക്കെ പെൻഷൻ കിട്ടും? ഒരു 200 ഉള്ളു എന്റെ സൂപ്പറില്. അപ്പൊ എനിക്ക് ഏകദേശം എത്ര പെൻഷൻ കിട്ടും? $100. ബെസ്റ്റ് ഓപ്ഷൻ അല്ല. ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം 4% നമുക്ക് ആക്സസ് ചെയ്യാം ഒരു ഫൈനാൻഷ്യൽ ഇയർ. സോ യു ക്യാൻ മേക്ക് ദ വർക്കിംഗ് ഔട്ട്. 4%. മിനിമം 4, മാക്സിമം 10. യു ക്യാൻ ആക്സസ് അപ് ടു മാക്സിമം 10% എടുക്കാൻ പറ്റും. പെൻഷൻ കാൽക്കുലേറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ നോക്കിയിടുക, പ്രൊജക്ഷൻ നോക്കുക. അപ്പൊ നമ്മൾക്ക് കറക്റ്റ് പറയും അത് ഇത്രയും നാള് കഴിയുമ്പോൾ അതിങ്ങനെ പതുക്കില്ലാണ്ടാവും. പക്ഷെ നമുക്ക് ഒരു ഇനഫ് ഒരു 600,000 700,000 ഒക്കെ നമുക്ക് സൂപ്പറിൽ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അത് കംഫർട്ടബിൾ റിട്ടയർമെന്റ്. എനിക്കറിയത്തില്ല ഇത് ഹൗ മച്ച് യു നീഡ് ടു റിട്ടയർ, അതാണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷേ സിംഗിൾ ആണെങ്കിൽ 600,000 എന്നാണ് ASFA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പറയുന്നത്, വിച്ച് ഇസ് അസോസിയേഷൻ ഓഫ് സൂപ്പർഅനുവേഷൻ ഫണ്ട്സ് ഓഫ് ഓസ്ട്രേലിയ. അല്ലല്ല, ദിസ് ഇസ് യു ഹാവ് പെയ്ഡ് യുവർ ഹോം ഔട്ട് റൈറ്റ്. അപ്പം വീട് ഇപ്പോഴും ഹോം ലോണിൽ നിൽക്കുന്നു, ഞാൻ റിട്ടയർ ആവുന്നു, അപ്പം എന്ത് സംഭവിക്കും? വീട് ഗവൺമെന്റിന് പോകും? നമ്മൾ വീട് നമുക്ക് പേ ഓഫ് ചെയ്യാലോ. ആ പൈസ എടുത്ത് കുറച്ച് ഈശൊക്കെ ഇതിലിടാം. പക്ഷെ നമ്മളപ്പോഴേക്കും ഡൗൺ സൈസ് ചെയ്യല്ലോ. നമുക്ക് എന്തിനാ വലിയ വീട്? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ പറയാൻ ഇക്വിറ്റി എടുത്ത് ഒരു ചെറിയ വീട് മേടിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാരെല്ലാരും ഡൗൺ സൈസിങ് ഇസ് എ ബിഗ് തിങ്. അത് അങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ട് വലിയ വീട് പണിതിട്ടൊന്നും വലിയ കാര്യമില്ല. ഒരു ആവശ്യം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല, ഞങ്ങൾക്കും തോന്നിയിട്ടില്ല. അവരവരുടെ കാര്യം നോക്കട്ടെ. ഒരു 18 വരെ ഞാൻ ആദ്യമൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചു, ഒരാളെയും സപ്പോർട്ട് ചെയ്യാനുള്ള പിള്ളേരെ എന്തൊരു മോശം എന്നൊക്കെ വിചാരിച്ചു. മനസ്സിലായി, നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അവര് തന്നെ unless you are like booming businessman since the day you started. അങ്ങനെ നമ്മൾ ആരും തൽക്കാലം നമ്മളൊക്കെ സ്കിൽഡ് മൈഗ്രേഷനിൽ കൂടെ വന്ന ആൾക്കാരല്ല. അപ്പം എന്റെ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ വളരെ എന്താ പറയാ, നമ്മുടെ ഒരു റെഗുലർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഇതാണ് ഓൾഡ് ഏജ് ഹോമില് കുറെ നല്ല എന്താ പറയാ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ഇപ്പം നെയിൽ പോളിഷും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വെരി നൈസ്. അപ്പം ഓൾഡ് ഏജ് ഹോമിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കുറെ പാവം നല്ല അമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ കാണുമ്പോഴേ പിള്ളേരോട് ജീവിച്ചാലും അതാ. ആണോ? അതെ അതെ, ഐ കംപ്ലീറ്റ്ലി അഗ്രി. പക്ഷെ ഞാൻ പറയാം, നാട്ടിലൊരു ഓൾഡ് ഏജ് ഹോം ആണെന്ന് വെച്ചാൽ നമുക്ക് പള്ളിയിൽ പോവാം, നമ്മൾ അറിയുന്ന ആൾക്കാരെ സിനിമയ്ക്ക് പോകാം. അങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നാട്ടില്. ഇവിടെ ഇച്ചിരി ഹാർഡ് എന്ന് വെച്ചാൽ
ആരും വിളിക്കു പോലും ഇല്ല അവരെ ഉം. ഒന്ന്. അപ്പൊ അതുമല്ല എനിക്ക് തോന്നുന്നത് പലർക്കും ഡിമെൻഷ്യ വരും അല്ലെങ്കിൽ അതെ അതെ ഹെൽത്ത് ഇഷ്യൂസ്. പക്ഷെ എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ നല്ല നല്ല പ്രായം അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഫാമിലിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മള് ആസ് എ സിംഗിൾ മം ഞാൻ ആലോചിക്കാറുള്ളത് ഓക്കെ ഞാനിപ്പോ ഇത് ചെയ്താല് ആ ഒരു കാശുണ്ടെങ്കിൽ എന്റെ പിള്ളേർക്ക് ഇത് ചെയ്യാലോ അല്ലെങ്കിൽ ഒരു ഹോം ലോൺ അടയ്ക്കാം അല്ലെങ്കിൽ എന്റെ ബില്ല് അടയ്ക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യും. ഉം. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ പറഞ്ഞ പോലെ അവർ 18 കഴിയും അല്ലെങ്കിൽ അവർക്ക് ഒരു വീടാകുമ്പോൾ അവരും ഇട്ടിട്ട് പോകും. അവസാനം നമ്മൾ എൻഡ് അപ്പ് ചെയ്യുന്നത് ഓൾഡ് ഉം. ഏജ് ഹോമിലാണ്. ഉം. അപ്പം എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പൊ ആ ഒരു സമയത്തോട്ട് ഇപ്പം ഞാൻ കേട്ടിടത്തോളം ഓൾഡ് ഏജ് ഹോമിൽ നല്ലൊരു ഓൾഡ് ഏജ് ഹോമിൽ സീറ്റ് കിട്ടണമെങ്കിൽ തന്നെ നല്ലൊരു പൈസ നല്ല പൈസ, കൊടുക്കണം. ഒരു വീടിന്റെ പൈസ അതെ, തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ സൂപ്പറിന്ന് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും? അതൊക്കെ സാധിക്കും. നമുക്ക് വിഡ്രോ ചെയ്ത് നമുക്ക് ഉം, അതിന് പേ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഞാൻ പറഞ്ഞ പോലെ ഡൗൺ സൈസ് ചെയ്യോ അല്ലെങ്കിൽ സെല് ചെയ്യോ ഉം, ചെയ്തിട്ട് പിള്ളേർക്ക് കൊടുക്കണം എന്നുള്ള ഞങ്ങൾക്ക് കുറെ ഉം, ആന്റീസും ഉം, അങ്കിൾസും ഒക്കെ ഇവിടെ ഉണ്ട് ഉം, ഈസ്റ്റേൺ സൈഡിൽ. അവിടെ ഒന്നും പിള്ളേർക്ക് അവർക്ക് നല്ലൊരു ജോലി, ഉം. അവർക്ക് നമ്മുടെ പൈസ പൈസ വേണ്ട. വേണ്ട. ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. അപ്പോ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഇതിന്ന് സൂപ്പറിന്നുള്ള പൈസ എടുത്ത് അത് പേ ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വീട് പേ ഓഫ്ഡ് ആണെങ്കിൽ ഇറ്റ് വുഡ് ബി ഓക്കെ. നമുക്കൊരു കംഫർട്ടബിൾ റിട്ടയർമെന്റ് തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നാട്ടിൽ പോയി താമസിക്കാന്ന് വെച്ചാൽ ദിസ് ഇസ് എ ഹ്യൂജ് മണി അതെ ഇൻ അതെ. 10 years or 20 അപ്പൊ years time. നമുക്ക് ഇവിടെ നിന്ന് സൂപ്പർ എന്റെ കാശ് എടുത്ത് എനിക്ക് നാട്ടിൽ പോയി താമസിക്കാൻ പറ്റുമോ? പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നമുക്ക് പിന്നെ ചിലപ്പോ നമുക്ക് നമ്മുടെ ഇൻകം ആസെറ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏജ് പെൻഷൻ ഇല്ലേ, നോർമലി എല്ലാവർക്കും കിട്ടും, ഓക്കെ. അതുവരെ കിട്ടും. ഇപ്പൊ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ഒന്നും ഇല്ലെങ്കിൽ ഇൻകം ആസെറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ബേസിക്കലി ഒന്നും ഇല്ലല്ലോ. സോ ചിലപ്പോൾ അതും എലിജിബിൾ ആയിരിക്കും. അത് കിട്ടിയാലും ധാരാളമാണല്ലോ. എനിക്കാണ് അതൊരു ഗുഡ് ഓപ്ഷൻ ആണ്. നമ്മൾ റിട്ടയർ ചെയ്യാൻ വേണ്ടിട്ട് നാട്ടില് ഒരു അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഓൾഡ് ഏജ് ഹോം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള എല്ലാവർക്കും കൂടെ വിട്ട് നാട്ടിൽ ഞാൻ എനിക്ക് തോന്നുന്ന പാലായിൽ നഴ്സുമാരല്ലേ, അതെ അതെ അപ്പൊ എല്ലാവരും എല്ലാവർക്കും കൂടി അങ്ങനെ ഹെൽപ്പ് ചെയ്യാം. ഏറ്റവും മൂത്ത നഴ്സ് നമുക്ക് അവിടുത്തെ മെയിൻ മാനേജർ ഡിമെൻഷ്യ ഉള്ള എല്ലാവരും കൂടെ അത് നല്ലൊരു എന്താ പറയാ, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പായലുമായിട്ട് സംസാരിച്ചിട്ട് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിസ്കഷൻ തന്നെ നടത്തിയിട്ട് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതിലൊക്കെ റിസോർട്ട് പുള്ളിക്കാരത്തിയോട് അത് കൺവേർട്ട് ചെയ്ത് ഓൾഡ് ഏജ് ഹോം മാറ്റിയിട്ട് അത് റിസോർട്ട് തന്നെയാണ്. അതെ. അപ്പൊ നമുക്കൊരു ഫീൽ ഗുഡും ഉണ്ട്. റിസോർട്ടിലാണ് താമസിക്കുന്നത്. കേട്ടിട്ടില്ലേ ക്രൂയിസിനൊക്കെ അപ്പൊ അമ്മമാരൊക്കെ പോണത്. ബിക്കോസ് അതൊരു റിട്ടയർമെന്റ് സ്ഥലത്ത് താമസിക്കുന്നേക്കാളും ഇറ്റ്സ് ഗുഡ് ആണ്. അവർക്ക് അതൊരു ഫീൽ ചെയ്യും. ഒരിടത്തും പോകണ്ട. 365 days in a cruise, it's good. നല്ല ഭക്ഷണം, നല്ല എന്റർടൈൻമെന്റ്. എക്സൈറ്റിംഗ് ടൈം അല്ലേ? ആ എക്സൈറ്റിംഗ് ടൈമിലോട്ട് വരുമ്പോഴോ ഈ സൂപ്പർ ആനിവേഷൻ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഒന്നൊരു 50 വയസ്സ് എത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്ത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നൊന്ന് ഞങ്ങളെ പറയാവോ? ബെസ്റ്റ് ഞാൻ പറയാം, ക്രൂസിലുള്ള റിട്ടയർമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഞാൻ പറയാം, ലുക്ക് ഇൻ ടു യുവർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ സൂപ്പർ ആപ്പ് ഫണ്ട്. എന്ന് പറഞ്ഞാല് നമ്മുടെ സൂപ്പർ ഫണ്ട്. ഫണ്ട് ഓക്കെ. ഇപ്പൊ അവേ സൂപ്പറിന് ആപ്പ് ഉണ്ട്, ഓസ്ട്രേലിയൻ സൂപ്പറിന് ആപ്പ് ഉണ്ട്, എല്ലാ ഫണ്ടിനും ഇപ്പൊ ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനും റിട്ടേൺ ഒക്കെ കാണുന്ന ഒരു സന്തോഷം വരും. ഇടയ്ക്ക് ഉണ്ടല്ലോ ഇത് എന്റെ, കാരണം നമ്മൾ ഡെയിലി കാണല്ലേ, ഒരു പ്രോപ്പർട്ടി മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് കാണലില്ലോ അതിന്റെ ഗ്രോത്ത്. ദേ വിൽ സേ ഓക്കെ 10 വർഷത്തിൽ ഇത്ര വരാം, വരാണ്ടിരിക്കാം. പക്ഷെ ഇതിൽ നമ്മൾ ഡേ ടു ഡേ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഹാൻസേട്ടനൊക്കെ സാലറി സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ ഗ്രോത്ത് കാണുന്ന ഒരു ഇത് ഞാൻ കുറെ നാൾ മുന്നേ പറഞ്ഞു തുടങ്ങി. പക്ഷെ റീസെന്റ് ആണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. അതാണ് മെയിൻ. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ബാലൻസ് ട്രാക്ക് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് കറക്റ്റ് ആക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് ഇൻഷുറൻസ് ത്രൂ സൂപ്പർ. ഇൻഷുറൻസ് ത്രൂ സൂപ്പർ ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് സിനാരിയോ. നമുക്ക് അതിലേക്ക് പോവാമോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ തിങ്ക് ചെയ്തേയില്ല ഇൻഷുറൻസും സൂപ്പറും കണക്ട് ചെയ്യാൻ പറ്റും. സോ വെൻ നമുക്കൊരു സൂപ്പർ അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. വൺ ഇസ് ഫോർ ലൈഫ് കവർ, നെക്സ്റ്റ് ഇസ് ടോട്ടൽ ആൻഡ് പെർമനന്റ് ഡിസേബിൾമെന്റ് കവർ, ഇൻകം പ്രൊട്ടക്ഷൻ കവർ. ഈ 3 കവറും നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. പ്രീമിയംസ് ആർ കമ്മിങ് ഔട്ട് ഓഫ് യുവർ സൂപ്പർ അക്കൗണ്ട്. നമ്മളൊന്നും അറിയണില്ല. ഏറ്റവും ബിഗ്ഗസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് ഫിക്സ് ദ കവർ. കാരണം സൂപ്പർ ആനുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ലൈഫ് കവറാണ്. അതിന്റെ ഇത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും റൂൾസ്. അതിന്റെ കാരണം ഇൻഫ്ലേഷൻ ആവാം, ചിലപ്പോ എന്താ നമ്മുടെ റോയൽ കമ്മീഷൻ വന്നിട്ട് പറയാണ് നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഫീസ് എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സൂപ്പർ ഫണ്ട് പെട്ടെന്ന് ഒരു ലെറ്റർ അയക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം. ഞങ്ങൾ ഇൻകം പ്രൊട്ടക്ഷൻ കവർ ഇനി തൊട്ട് തരുന്നില്ല, നിങ്ങൾ ഈ ഫോം സൈൻ ചെയ്ത് അയച്ചാൽ മാത്രം നമുക്ക് ഡിഫോൾട്ട് കവർ ഉള്ളൂ. അങ്ങനെ എത്രയോ പേര് ഞാൻ സംസാരിച്ചവർക്ക് ഇൻകം പ്രൊട്ടക്ഷനേ ഇല്ല.
എനിക്ക് തോന്നുന്നു അവയറിന് ഇല്ലെന്ന് എന്റെ ഒരു ആ അത് മൈ സൂപ്പർ ലെജിസ്ലേഷനിൽ ഇൻകം പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിർബന്ധമില്ല. പക്ഷെ നമുക്കൊരു സിറ്റുവേഷൻ വന്നാല് ഉം. നമ്മൾ ഇൻകം പ്രൊട്ടക്ഷൻ അടച്ച പ്രീമിയം ഒന്നുമല്ല. പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് ആവശ്യം വന്നപ്പോ, എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂ വന്നപ്പോ ഐ കുഡൻ വർക്ക് ഫോർ എ ലോങ് ടൈം. ഉം. പക്ഷെ എനിക്ക് ഇൻകം പ്രൊട്ടക്ഷൻ കവർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി 60 അതാണ്. വയസ്സ് വരെയുള്ള പ്രീമിയം അല്ല, ഓൾറെഡി എനിക്കത് കിട്ടിക്കഴിഞ്ഞു. ഉം. ഉം. അത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ ഇപ്പൊ കുറിച്ച് ആവശ്യം. ചിന്തിക്കുള്ളൂ. നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ വിചാരം ഭയങ്കര വേസ്റ്റ് ഓഫ് മണിയാണ്. എന്റെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ആവശ്യം വന്നപ്പോ ഇറ്റ് വാസ് റിയലി ഗുഡ്. സോ ഫസ്റ്റ് ഫിക്സ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ സൂപ്പർ ഫണ്ടിനെ വിളിച്ച് പറയാ, ഞങ്ങൾ എപ്പോഴും പറയാ, കവർ യുവർ കറന്റ് ഹോം പ്ലസ് 500,000 ഇൻ യുവർ അക്കൗണ്ട്. 500,000 ആണ് വാട്ട് യു നീഡ് ഫോർ ദ ലൈഫ് കവർ. പേഴ്സണലി നമ്മളൊക്കെ ഒരു 1.5 ഒക്കെ ഇൻഷുറൻസ് ലൈഫിന് എടുത്തിട്ടുണ്ട്. നമ്മളത് പറയണം, അല്ലാതെ അവര് അവര് തരുന്നതല്ല. തരില്ല. അവര് ഇപ്പൊ ബിസ്മിക്ക് ചിലപ്പോ വല്ല ലൈഫ് കവർ ഇഫ് യു ഹാവൻ ഫിക്സ്ഡ് 500 അങ്ങ് ആയിരിക്കും. ചിലപ്പോ അതിലും കുറവായിരിക്കും. 177,000 കണ്ടവരൊക്കെ ഉണ്ട് ഞാൻ അക്കൗണ്ടില്. Okay. ഒന്നും അല്ലല്ലോ ആ ഒരു പൈസ. അപ്പോ നമ്മളത് ഫിക്സ് ചെയ്യാം. കോൾ ദം, ഒരു ഫോം ഫില്ല് ചെയ്ത് തരും. ഫോം ഫില്ല് ചെയ്യാൻ പറയും. ചിലപ്പോ പറയും നമ്മൾ എന്താണോ അതിൽ ഫില്ല് ചെയ്യണോ അതനുസരിച്ച് അവർ മെഡിക്കലിന് വിടുകയും ചെയ്യും. അതായത് GP-യുടെ അടുത്ത് പോയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അഗൈൻ ഇഫ് ദർ ഇസ് എനി പ്രോബ്ലം അവരതിന് എക്സ്ക്ലൂഷൻ ഇടും. അപ്പൊ ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ആയ സാധനങ്ങൾക്ക് ഒന്നും കവർ ചെയ്യില്ല. സോ നമുക്ക് ഇപ്പോഴെങ്കിലും ആക്ട് ചെയ്യണം. കാരണം നമ്മൾ 40+ കഴിയുമ്പോൾ മെഡിക്കൽ ഇഷ്യൂസ് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇരുന്നുള്ള ജോലി, പല പല ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ കാരണം. സോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഫിക്സ് ചെയ്താൽ ദാറ്റ്സ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഡയറക്ട്ലി ഈ സൂപ്പർ ഇക്കോടെ പ്രീമിയം വലിച്ചു പോണ രീതിയിൽ നമുക്ക് ഡയറക്ട്ലി ഇൻഷുറർ ആയിട്ട്, ഇപ്പൊ AIA എന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ AIA ഡയറക്റ്റ് ഇൻഷുറൻസ് എടുക്കാം, ടാലിന്ന് ഡയറക്റ്റ് ഇൻഷുറൻസ് എടുക്കാം, മെറ്റ് ലൈഫിന്ന് ഡയറക്റ്റ് ഇൻഷുറൻസ് എടുക്കാം. ഗുണം, അതൊരു ബ്രോക്കർ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രോക്കർ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും ക്ലെയിം ആവശ്യത്തിന് വരാണെങ്കിൽ. ഇപ്പൊ പേഴ്സണലി ഞാൻ പറയാന്ന് വെച്ചാൽ അവർ ഇൻഷുറൻസ് ഇസ് ത്രൂ ടാൽ. സോ നമുക്ക് ലൈഫ് കവർ, TPD, ഇൻകം പ്രൊട്ടക്ഷൻ. യു കെൻ ഓൾസോ ടേക്ക് ട്രോമ ആൻഡ് ചൈൽഡ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. അതെന്താ ഒരു ഡിഫറൻസ്? ട്രോമ, ലൈഫ്, TPD, ഇൻകം പ്രൊട്ടക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യം. ട്രോമ കവർ എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ if you have diagnosed with some kind of heart disease like cancers or deafness, blindness, നമ്മളൊന്നും അറിയില്ല, പെട്ടെന്നാണ് ഇതൊക്കെ വരിക. അപ്പോ again നമുക്ക് ഒരു 4-5 ആഴ്ച നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല, ബട്ട് യു ക്യാൻ ഗോ ബാക്ക് ടു വർക്ക് ആഫ്റ്റർ ദ സർജറി ഓർ വാട്ട് എവർ. അപ്പൊ ഈ ട്രോമ കവർ ഉണ്ടെങ്കിൽ ലെറ്റ്സ് സേ നമ്മളൊരു $500,000 അല്ലെങ്കിൽ $300,000 ട്രോമ കവർ എടുത്താൽ you'll get that lump sum straight away into your bank account. ഞാനത് മിസ് ചെയ്തു. എന്റെ ഒരു ആന്റിക്ക് still you can do it. That's why you have to speak to an insurance broker about it. They can know the ways. Probably ബിസ്മിയുടെ കറണ്ട് ആ ഇഷ്യൂന്റെ whatever it is, അതിനോ എക്സ്ക്ലൂഷൻ വെച്ചിട്ട് വേറെ ഇഷ്ടം പോലെ കവർ ചെയ്യാനായിട്ട്. വേറെ ഇഷ്ടം പോലെ നമ്മളത് എക്സ്ട്രാ ആയിട്ട് എടുക്കണം. ട്രോമ ആൻഡ് ചൈൽഡ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ചൈൽഡ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇസ് അപ് ടു ദ ഏജ് ഓഫ് 8. എക്സ്ട്രാ ഇൻ ദ സെൻസ് വളരെ തുച്ഛമായ പ്രീമിയം ഉള്ളൂ. ഡെത്ത്, TPD, ഇൻകം പ്രൊട്ടക്ഷൻ നമുക്ക് സൂപ്പറിന്ന് പ്രീമിയം എടുക്കാം. ഇതിന് രണ്ടിനും ഞങ്ങളുടെ നിന്നൊക്കെ പോണത് $40 അങ്ങനെ എന്തൊക്കെയാണ് പെർ മന്ത് പോണുള്ളൂ. നമ്മുടെ എല്ലാ കുട്ടികളും അതിൽ കവേർഡ് ആവും. ചൈൽഡ് ക്രിട്ടിക്കൽ ഇൽനെസ് അപ് ടു 250,000 ഒക്കെ നമുക്ക് എടുക്കാം. സ്ട്രേറ്റ് അവേ നമുക്കത് ബാങ്കിൽ വരെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സിക്നസ് വന്നാൽ ഒരാൾക്കും ആ വീട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ആ സിറ്റുവേഷൻ വരിക. ഇപ്പൊ ബിസ്മിക്ക് വന്നാലും അല്ലെങ്കിൽ എനിക്ക് വന്നാലും അല്ലെങ്കിൽ ഹാൻസറിന് വന്നാലും അല്ലെങ്കിൽ പിള്ളേർക്ക് വന്നാലും നമുക്ക് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇറ്റ്സ് എ ഗുഡ് സേഫ്റ്റി നെറ്റ് എന്നാണ് എനിക്ക് പേഴ്സണലി. എല്ലാവരും മസ്റ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു ഇൻഷുറൻസ് ആണ് അത്. അതെല്ലാം സൂപ്പർ വഴി തന്നെ കണക്ട് ചെയ്ത് ചെയ്യാനും പറ്റും. ട്രോമ കവറിന്റെ മെയിൻ നമുക്ക് ഗോ ബാക്ക് ചെയ്യാൻ പോക്ക്. ഇപ്പൊ ലൈഫ് എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ബെനിഫിഷ്യറിക്കാണ് പോണത്. TPD എന്ന് വെച്ചാൽ ടോട്ടൽ ആൻഡ് പെർമനന്റ് ഡിസേബിൾ. യു ഹാവ് ടു ബി പെർമനന്റ്ലി ഡിസേബിൾ ടു ഗെറ്റ് ഇറ്റ്. Income protection is a temporary disablement. Okay, trauma is like you are disabled for some time, but you can go back to work in another few months. During the time you are disabled, നമുക്ക് ഒരു ലംസം കിട്ടാണ്. 200,000 കിട്ടിയാൽ നമുക്ക് വീട് പേ ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞില്ലേ അത്. അപ്പൊ ചിലപ്പോ അതിന്റെ സിനാരിയോസും പറയും. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്നാൽ അതിന് വേണ്ടി അതിപ്പോ അങ്ങനെ സെപ്പറേറ്റ് എടുക്കേണ്ട കാര്യമില്ല. ഒരു അസുഖത്തിന് ഒരു പ്രാവശ്യം
ട്രോമയുടെ കവർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉം. പിന്നെ കുറച്ചു കഴിഞ്ഞ് വേറെ അസുഖം വന്നു കഴിഞ്ഞാൽ അതും അത് കവേർഡ് ആണ്. covered ഈ ആണ്. okay. So it's not കവർ a one One off thing. instance. Yeah, അതെ Okay. അതെ അതെ Any trauma during that insured അതെ അതെ period. അതെ അതെ Okay. അതെ. Okay. അപ്പോ പിന്നുള്ളത് ചൈൽഡ് ക്രിട്ടിക്കൽ ഇൽനെസ്. ഇപ്പൊ ഉം. എന്തെങ്കിലും അസുഖങ്ങൾ കുട്ടികൾക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പം ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പം നമുക്കൊരു പ്രീ ഡിഫൈൻഡ് ഇഷ്യൂ ഇപ്പം എന്റെ മോന് സെർബൽ പാൾസി ഉണ്ട്. സോ നമ്മൾ ഒത്തിരി സർജറീസിൽ പോയതാണ്. അപ്പൊ ഈ ഒരു ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുമോ അതിന്? ഹെൽപ്പ് ചെയ്യുമായിരുന്നേനെ ഓക്കെ. if he had it at the time. പക്ഷെ ഓൾവേസ് ഗുഡ് ടു സ്പീക്ക്. പക്ഷെ എപ്പോഴും ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഇഷ്യൂ വരുമ്പോ ഇൻഷുററിന് ഒരു റിലക്റ്റൻസ് ഉണ്ട് തരാൻ. അതുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എടുക്കുക എന്ന് പറയണത്. അത് ആർക്കും പറഞ്ഞാലൊട്ട് മനസ്സിലാവൂല. ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഒരു ഫാമിലിയിലുള്ള ഒരു പുള്ളിക്കാരൻ ഈ 60 വയസ്സിൽ ട്രോമ കവർ ഉണ്ടായത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദാറ്റ്സ് ദ വേഴ്സ്റ്റ് ഡിസിഷൻ യു ക്യാൻ എവർ ടേക്ക് എന്നാണ് ഞാൻ പറയുള്ളൂ. ഇനിയല്ലേ വരാൻ പോണത് എന്തെങ്കിലും ഒരു ഇഷ്യൂ. ചിലപ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല ആ പൈസ. പക്ഷെ നമ്മള് നോർമലായ ആൾക്കാർക്ക് അതൊരു വലിയ ഹെൽപ്പാണ്, ഭയങ്കര വലിയ ഹെൽപ്പാണ്. സോ once it's cancelled, it's not going to get it അതെ, വൺസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അതെ ഭയങ്കര because of പാട്. the age. ഇപ്പൊ നമ്മള് ഇപ്പം നേരത്തെ കേട്ടത് 40 പ്ലസിലാണ് ഉള്ളവരാണെങ്കിൽ ഇപ്പം നമ്മൾ ആക്ട് ചെയ്യണം. എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്താൽ അത്രയും നല്ലത്. പിന്നെ എല്ലാത്തിനും അങ്ങനെയാണല്ലോ, നമ്മൾ യങ് ആയിട്ടിരിക്കുമ്പോൾ എടുത്ത പ്രീമിയം കുറവായിരിക്കും. നമ്മൾ ഏജ്ഡ് ആയിട്ട് എടുക്കുമ്പോ ആ ഒരു പ്രീമിയം അല്ല പിന്നെ വരാം, ഭയങ്കര ഇപ്പൊ നമ്മളിപ്പം ഞാനിപ്പോ ആലോചിക്കുന്നത് ഇപ്പം നമുക്ക് കുട്ടികൾ 18 ആവുന്നു. സോ ദേ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദാറ്റ് ടൈം. സൂപ്പർ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഓസ്ട്രേലിയൻ സൂപ്പറിൽ ഈവൻ യങ്ങർ ആയിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അവരുടെ പേരിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ആസ് എ പാരന്റ് വി ക്യാൻ ഡു ഫോർ ചിൽഡ്രൻ ഇസ് rather than buying them home or paying for their uni. Again, if you have money, you can do it. Okay. സൂപ്പറിൽ ഒരു ഇച്ചിരി ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് വേണ്ടി ലെറ്റ്സ് സേ ഒരു $10,000 ആയാലും ഇനിഷ്യൽ ആയിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാല് compounding starts for them at that moment onwards for 40 years until they retire. അതായത് 20 കഴിഞ്ഞാൽ നമുക്ക് 60 എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ആ സൂപ്പർ കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കിയാൽ അറിയാം എത്ര അത് ഗ്രോ ചെയ്യും. അത് നമ്മുടെ സൂപ്പറിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ അവർക്ക്? നമുക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂഷൻ സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ കുട്ടികൾക്ക് പറ്റില്ല, അത് സ്പൗസിന് മാത്രമേ ഇപ്പൊ ഓപ്ഷൻ ഉള്ളൂ. ഒരുപാട് സ്പ്ലിറ്റ് ചെയ്യാനും പറ്റില്ല, അതിനൊക്കെ കുറെ റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് വോളണ്ടറി ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഓഫ്സെറ്റിൽ ഇടുന്നേക്കാൾ ഒരു പക്ഷെ നല്ലത് ഇതായിരിക്കും അല്ലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യണം. ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ കൂടി നമ്മുടെ മോർഗേജിന്റെ ഇൻട്രസ്റ്റ് കുറച്ച് കാണിക്കൽ മാത്രമല്ലേ ഉള്ളൂ. റാദർ ഇങ്ങനെ എന്തെങ്കിലും അവരൊരു 18 ആവുമ്പോൾ അവർ സൂപ്പർ അക്കൗണ്ട് എന്തായാലും ജോലിക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും. അപ്പോ അതാണ് വേറൊരു കാര്യം. ഇഫ് യു ആർ അബവ് 18 ആൻഡ് ഇഫ് യു ഏർണിംഗ് മോർ ദൻ $450 if you're earning, your employer is liable to pay super for you. അപ്പൊ നമ്മൾ നമ്മുടെ obligations അറിഞ്ഞിരിക്കണം. If you think they are not contributing, you have to ask them why. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല കോൺട്രിബ്യൂഷൻ? ഇപ്പൊ അവർ പറയും ക്വാർട്ടർലി ഇടാന്ന്. ക്വാർട്ടർലി ഇട്ടില്ലെങ്കിലും ചോദിക്കണം. കാരണം നമ്മുടെ റൈറ്റ് ആണ് ആ സൂപ്പർ കിട്ടേണ്ടത്, അത് ലെജിസ്ലേഷൻ ആണ്. സോ നമുക്കറിയാം സമയം 5 മിനിറ്റും കൂടെ ഉള്ളൂ. കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ബിഫോർ നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് സോ ആസ് എ ഇൻഷുറർ അഡ്വൈസർ നമ്മൾ അതിനകത്തോട്ട് ഇനിയും കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെയാണ് ബെസ്റ്റ് എന്നൊക്കെ. പക്ഷെ ഒരു ഹൈ ലെവലായിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിൽ നീനോന് ഞങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും? അപ്പൊ അതാവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പേഴ്സണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാസ് ഒന്ന് പറയാം. ഓക്കെ, മെയിൻലി എങ്ങനെ നമ്മുടെ സൂപ്പർ നമുക്ക് ബൂസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഇനഫ് ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു. അതാണ് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. എങ്ങനെ സൂപ്പർ ബൂസ്റ്റ് ചെയ്യാം, എങ്ങനെ റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം, എങ്ങനെ റൈറ്റ് ഇൻഷുറൻസ് എടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെ സൂപ്പർ ആക്സസ് ചെയ്യാം ഏർലി, അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർമെന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ വർക്ക് ലോഡ് കുറച്ചിട്ട് ലെറ്റ്സ് സേ ഇഫ് യു ഹാവ് എ bad back, you can't work for 5 days, എങ്ങനെ അത് 3 ദിവസം ആക്കിയിട്ട് 2 ദിവസം നിങ്ങൾക്ക് സൂപ്പറിൽ നിന്ന് മണി ആക്സസ് ചെയ്യാം. ഇതൊക്കെ എനിക്ക് ഇനഫ് എന്താ പറയാ ഫാക്ച്വൽ ഇൻഫർമേഷൻ കൂടുതൽ തരാൻ പറ്റും. ഐ എം നോട്ട് സ്റ്റിൽ ലൈക്ക് ഐ വാസ് an associate advisor back in Australian Super, പക്ഷെ എനിക്ക് IFSL ഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ല. സോ അപ്പോ ഇതിനൊക്കെ എനിക്ക് ഫാക്ച്വൽ ആയിട്ട് ഇൻഫർമേഷൻ തരാൻ പറ്റും. ഒപ്പം I can guide you to the right people to get it done, properly done. പിന്നെ നിങ്ങളുടെ ഫണ്ടിന് തന്നെ ഫ്രീ അഡ്വൈസേഴ്സ് അവൈലബിൾ ആണ്. Call them, it's free of service. They can give you lots of personal advice and general advice too.
call your fund and ask, I want to speak to an advisor. They'll be happy to put you through. ഓക്കെ. അപ്പം ഞാനിപ്പം ലാസ്റ്റ് 3 minutes വാട്ട് വിൽ ബി ദ ടോപ്പ് 3 things that we should be concentrating superannuation, insurance and mortgage? What are the like 3 ഏരിയയിലും ഓരോരോ കാര്യങ്ങൾ എന്തായിരിക്കും? സൂപ്പറാനുവേഷനിൽ മെയിൻലി എങ്ങനെ ബാലൻസ് കൂട്ടാമെന്ന് തന്നെയാണ് റിസ്ക് എടുക്കുക അല്ലെ? ഞാൻ എന്റെ ഒരു ഇതില് ഇഫ് യു വാണ്ട് ടു ടേക്ക് ഗോ അഹെഡ്. അപ്പൊ നിങ്ങക്ക് പേടിയാന്ന് വെച്ചാൽ ചെയ്യണ്ട. ബാലൻസ് കൂട്ടാൻ നോക്കുക. ഇൻഷുറൻസിൽ ഫിക്സ് യുവർ ഇൻഷുറൻസ് കവർ ത്രൂ എ പ്രോപ്പർ ബ്രോക്കർ. Okay, they can advise you right. If you other very important ആണ്. They can advise you right is the main thing. മോർഗേജില് എങ്ങനെ നമുക്ക് വേഗം മോർഗേജ് റീപേയ്മെന്റ്സ് ചെയ്ത് എങ്ങനെ നമ്മുടെ ഹൗസ് പേ ഓഫ് ചെയ്യാം, പ്രോബബ്ലി നെക്സ്റ്റ് 10 years എങ്ങനെ നമുക്ക് ഇത് അടച്ചു തീർക്കാൻ പറ്റും. കാരണം ഇപ്പൊ തൊട്ട് 10 years അല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ 10 years എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ എങ്ങനെ അത് കൂടുതൽ മോർഗേജിലിട്ട് നമുക്ക് പെട്ടെന്ന് 10 വർഷത്തിനുള്ളിൽ പേ ഓഫ് ചെയ്തിട്ട് സൂപ്പറും മോർഗേജും ഇൻഷുറൻസും കൂടി ഒരു ഇൻ വൺ എന്താ പറയാ ഒരു പാക്കേജ് ആയിട്ട് എടുത്ത് എങ്ങനെ നമുക്കൊരു കംഫർട്ടബിൾ റിട്ടയർമെന്റ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് മെയിൻ ടേക്ക് അവേ ഫ്രം ടുഡേസ് ഡിസ്കഷൻ, ഐ വുഡ് സേ. ഓക്കെ, സോ താങ്ക് യു. കുറെ കാര്യങ്ങൾ തലയിൽ പുകയുന്നുണ്ട്. എന്തായാലും എന്റെ നോട്ട്സ് ആയിട്ടല്ലോ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് എന്റെ സൂപ്പർ ഒന്ന് ഫിക്സ് ചെയ്യണം എന്തായാലും. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ, ഫ്രീ അഡ്വൈസ്, ഈവൻ നമുക്ക് പറ്റുന്ന കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് മലയാളികളുടെ മൈൻഡ് സെറ്റ് അറിയുന്ന നീനുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ നീനുവും ഹാൻസും ഒരുപോലെ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. നമുക്കറിയാം നിങ്ങളുടെ എക്സ്പീരിയൻസിൽ തന്നെ ഏതൊക്കെ രീതിയിലൂടെ പോയാൽ കിട്ടും എന്നുള്ളത് നോട്ട് ജസ്റ്റ് ഫാക്ട് അല്ലെ, നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്നാണ് മെയിൻ കാര്യങ്ങൾ പറയുന്നത്. സോ അതുകൊണ്ട് ഇതില് കള്ളത്തരത്തിന്റെ കാര്യങ്ങളൊന്നുമല്ല. നമ്മളെങ്ങനെ നമ്മള് സമ്പാദിക്കുന്ന നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത ആ ഒരു മണി എങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇതിൽ നിന്ന് കുറെ കാര്യങ്ങള് ഞാൻ പഠിച്ചു. ഇനിയിപ്പം കുറെ കാര്യങ്ങൾ ചെയ്യണം, സൂപ്പറാനുവേഷനെ വിളിക്കണം, അങ്ങനത്തെ സംഭവങ്ങള്. ഒരു വൺ ലാസ്റ്റ് തിങ്, നോമിനേഷൻസ് ഇൻ യുവർ സൂപ്പർ അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്യണം. അത് ഞാൻ മറന്നുപോയി പറയാം. ഓക്കെ, അത് നമുക്ക് കിഡ്സിനെ ആക്കാവോ? കിഡ്സിനെ ആക്കാം, provided you make it binding nomination. Binding. There are two different types, binding, non-binding. Binding is legally binding. പക്ഷെ എല്ലാ 3 വർഷവും നമ്മളത് റിന്യൂ ചെയ്യണം. If you're wanting to nominate only kids, that's fine. For 50, 75, 25, 25, 100%. ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത ആൾക്കാരെയും നമുക്ക് നോമിനേറ്റ് ചെയ്യാം. നോമിനേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇറ്റ്സ് അണ്ടർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ട്രസ്റ്റീസ് ആണ്. അവർ ഫസ്റ്റ് നോക്കുക കിഡ്സ് ഉണ്ടോ, ഫസ്റ്റ് നോക്ക് ലീഗലി മാരീഡ് ആണോ, സ്പൗസ് ഉണ്ടോ, സ്പൗസ് ഇല്ല, അണ്ടർ ഏജ് ആയിട്ടുള്ള കിഡ്സ് ഉണ്ടോ ഇല്ല, ഫൈനാൻഷ്യൽ ഡിപെൻഡൻസ് ഉണ്ടോ, ഇന്റർ ഡിപെൻഡൻസ് ഉണ്ടോന്ന് വെച്ചാൽ ഒരു വീട്ടില് എത്ര പേര് നിങ്ങൾ താമസിക്കുന്നുണ്ട്, പിന്നെയാണ് വില്ലിലേക്ക് നോക്കുള്ളൂ. ഇത് ഞാൻ മറന്നു കേട്ടോ പറയാനായിട്ട്. അതൊരു വലിയ ഏരിയയാണ്. നമ്മുടെ സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നീനു, വളരെ സന്തോഷം സ്റ്റുഡിയോയിൽ വന്ന് നമ്മളോട് ഈ ഒരു പുതിയ ഇനീഷ്യേറ്റീവിന് എല്ലാവിധ ഭാവുകങ്ങളും. ഇപ്പം എനിക്ക് തോന്നിയത് ആ ഹാർട്ട് ടു ഹാർട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ അതിൽ കൂടെ പോയത് കൊണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ജെനുവിൻ ആഗ്രഹമുള്ളത് കൊണ്ട്, ആ ഒരു ഇത്രയും വർഷത്തെ നോളജും എല്ലാം കൂടെ എന്തായാലും ഒത്തിരി ആളുകൾക്ക് ഇതൊരു അനുഗ്രഹമാവട്ടെ. എനിവേ, നമുക്ക് വീണ്ടും വന്ന് ഇതിന്റെ പറ്റിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ അടുത്ത ഷോകളിൽ സംസാരിക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച്. സോ മലയാള ജാലകം ഇവിടെ തീരുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും മനോഹരമായ ഗാനങ്ങളും ചർച്ചകളും പുതിയ അതിഥികളുമായിട്ട് എത്തുന്നവരെ നന്ദി, നമസ്കാരം. ഇത് ബിസ്മി പാലാട്ടി, മലയാള ജാലകം ഓൺ 88.9 FM.